ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടുള്ളൊരു റെസിപ്പി നോക്കാം. 2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുത്ത പൊടി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റാം. ഇനി ആ ജാറിലേക്ക് തന്നെ 15 ചെറിയ ഉള്ളി, 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ കുരുമുളക്, ഇവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, ഒരു മീഡിയം സൈസ് വലിയുള്ളി കട്ട് ചെയ്തത്, നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ പുളിൻ്റെ ആവശ്യമില്ല ഇതിൽ. തക്കാളി വേവായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അത് ചേർത്ത് കൊടുക്കാം. ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിന് അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങും, എന്നാലും കരിയാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് പൊടിച്ച് വെച്ച ചെറിയ ജീരകം കുരുമുളകും കൂടെ പൊടിച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. എനിക്കിത് നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പം ദോശ എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചതിനെക്കാട്ടിലും ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേവി. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക്